പഞ്ചായത്തിലെ കുറ്റിപ്പാല എന്ന കൊച്ചു പ്രദേശത്തെ ആളുകൾക്ക് ദീനീ വിജ്ഞാനം നൽകുക എന്ന ഉദ്ദേശത്തോടെ 1965-70 കാലയളവിൽ മർഹൂം മാമുട്ടിമുല്ല എന്ന പൂർവ്വ സൂരിയുടെ അധ്യാപനത്തിൽ പ്രദേശത്ത് മർഹൂം മാനപ്പറമ്പിൽ മുഹമ്മദ് ക എന്ന മഹത് വ്യക്തി നൽകിയ സ്ഥലത്ത് ഒരു ഓത്തുപള്ളി കുടിൽ കെട്ടി സ്ഥാപിച്ചു. ദീനീ വിജ്ഞാനത്തിന് പ്രാരംഭം കുറിച്ചു. പിന്നീട് ആ സ്ഥലത്ത് നിന്ന് അത് മാറ്റേണ്ടി വരികയും ഓത്തുപള്ളി പുനർസ്ഥാപിക്കാൻ മർഹൂം പൂത്തൃക്കാവിൽ അബ്ദുള്ളക്കുട്ടി ഹാജിയുടെ ഭാര്യ മാതാവ് കൊടക്കാട്ട് ആമിനാത്ത സ്ഥലം നൽകുകയും ആ സ്ഥലത്ത് സുമനസ്സുകളുടെ സഹായത്തോടെ ഓടുമേഞ്ഞ കെട്ടിടം പണിയുകയും ഓത്തുപള്ളി എന്ന പഠന സംവിധാനത്തിൽ നിന്നും മാറി ഒരു മദ്രസയായി രൂപാന്തരപ്പെടുകയും ചെയ്തു. ആ മദ്രസയ്ക്ക് മുനവ്വിറുൽ ഇസ്ലാം എന്ന നാമകരണവും നൽകി. കാലങ്ങൾ പിന്നിട്ടു. കുട്ടികളും ക്ലാസുകളും കൂടി വരികയും സ്ഥാപനത്തിന്റെ കാലപ്പഴക്കം കാരണം മദ്രസ പുതുക്കി പണിയാമെന്ന് ഹംസ ഉസ്താദ് ചർച്ച വെക്കുകയും വൈകാതെ തന്നെ ഉസ്താദ് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. ഉസ്താദിന്റെ ആഗ്രഹ സഫലീകരണത്തിനായി ഒരു നാട് മുഴുവനും ഒന്നിച്ചു പ്രവർത്തിച്ചു. നാട്ടിലെയും മറുനാട്ടിലെയും സഹായഹസ്തം ഒഴുകിയപ്പോൾ 1.5 വർഷം കൊണ്ട് അമ്പരചുംബിയായ 2 നില കെട്ടിടം പണി കഴിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാ. 2010-12 കാലഘട്ടത്തിൽ ഈ മദ്രസ പുതുക്കി പണിയാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി MIS-ലെ കുട്ടികൾ കുറച്ച് കുട്ടികൾ ആ കാലത്ത് ഗൾഫിൽ ജോലി ചെയ്യായിരുന്നു. അവരുടെ പരിപൂർണ സഹായത്തോടു കൂടി ഇവിടുത്തെ ജനങ്ങളുടെ ആ ഇച്ഛാശക്തി അതിൻ്റെ ഫലമായിട്ട് 2 നിലയിൽ വളരെ മനോഹരമായ രീതിയിൽ ആ മദ്രസ പണിയഴിക്കാൻ സാധിക്കുകയും ചെയ്തു. 1995 മർഹൂം KV ഹംസ ഉസ്താദ് പോട്ടൂർ അവകളുടെയും മുനവ്വിറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെയും കീഴിൽ MIS എന്നൊരു സംഘടന നിലവിൽ വന്നു. അതിൻ്റെ പ്രഥമ സെക്രട്ടറി ഞാനും പ്രസിഡന്റ് മുഹമ്മദ് ഇബ്രാഹിം സാഹിബുമായിരുന്നു അതിൻ്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്നത്. 15 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലവിൽ വന്നു. അതിൽ ഞങ്ങൾ ഈ നാട്ടിൽ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളത് മെഡിക്കൽ ക്യാമ്പ്, രക്തനിർണയ ഗ്രൂപ്പ് നിർണ്ണയിക്കൽ, മയ്യത്ത് പരിപാലനം, മറ്റു ഒരുപാട് പൊതുകാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചുവടുവെപ്പ് മദ്രസയുടെ 6 ക്വാർട്ടേഴ്സിൻ്റെ ഒരു ഇതായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഈ മഹല്ലിലും ഈ നാട്ടിലും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. മദ്രസയുടെ ദൈനംദിന ചെലവുകൾക്ക് സാമ്പത്തികമായി പ്രയാസം നേരിടാൻ തുടങ്ങിയപ്പോഴാണ് മർഹൂം ഹംസ ഉസ്താദിന്റെ ആശയപ്രകാരം ഒരു ക്വാർട്ടേഴ്സ് നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. സുമനസ്സുകളായ PV സുലൈമാൻ ഹാജിയും CP കുഞ്ഞിപ്പ ഹാജിയും ആവശ്യമായ സ്ഥലം വാങ്ങി നൽകിയപ്പോൾ നാട്ടിലെയും മറുനാട്ടിലെയും സഹോദരങ്ങളുടെ അകമഴിഞ്ഞ സഹായത്തോടെ 6 ചെറിയ ക്വാർട്ടേഴ്സുകൾ പണി പൂർത്തിയാക്കി നാം മദ്രസയ്ക്ക് സമർപ്പിച്ചു. അസ്സലാമു അലൈക്കും. ഏകദേശം നമ്മളെ ക്വാർട്ടേഴ്സിൻ്റെ പണി തുടങ്ങിയിട്ട് 2 വർഷമായി തുടങ്ങി. അൽഹംദുലില്ലാ, നമ്മൾ ഗൾഫ് പ്രവാസികളുടെ അത്യധ്വാന പ്രയത്നം കൊണ്ട് നമ്മൾക്ക് ആ കാര്യം ഇൻഷാ അല്ലാ ഈ ഞായറാഴ്ച അത് പൂർത്തീകരണം അതിൻ്റെ ഉദ്ഘാടനം നടത്തുകയാണ്. അതിന് സഹായിച്ച് സഹകരിച്ച എല്ലാ പ്രവർത്തകർക്കും എൻ്റെ നിലയിലും കമ്മിറ്റി നിലയിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മളെ മെയിൻ റോഡിലുള്ള 2 സെൻറ്റ് സ്ഥലത്ത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അത് പൂർത്തീകരിച്ച് 2 റൂമോടെ പണി ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു. ഞാൻ ഈ പ്രവാസി ജീവിതം മതിയാക്കി 2 വർഷമേ ആയിട്ടുള്ളൂ ഞാൻ ഈ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത്. അൽഹംദുലില്ലാ, ഈ 2 വർഷം കൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനത്തെ, നമ്മുടെ ഈ ദീനി വിജ്ഞാനത്തെ അത്യുന്നതിക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. പട്ടംകുളം റേഞ്ച് അടിസ്ഥാനത്തിലും മേഖലാടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും നമ്മുടെ ഈ സ്ഥാപനത്തിനെ ഉയർത്തിക്കൊണ്ടുവരാനും കായികപരമായും കലാപരമായും അത്യുന്നതിലെത്തിക്കാനും അൽഹംദുലില്ലാ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അൽഹംദുലില്ലാ, ഇപ്പം നമ്മൾ ഈ സുദിനത്തിൽ നമ്മൾ മറക്കാൻ പറ്റാത്ത 1-2 വ്യക്തിത്വങ്ങളെ ഓർമ്മപ്പെടുത്താതെ എനിക്ക് സാധിക്കില്ല. കാരണം
നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഈ പ്രത്യേകത നമ്മുടെ തുറക്കൽ മൊയ്തീൻ കുട്ടിക്ക് തന്ന ആ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ആ പദ്ധതിക്ക് തുടക്കം തന്ന അദ്ദേഹത്തെ നമ്മുടെ തുറക്കൽ മൊയ്തീൻ കുട്ടി ഹാജിയെ ഞാൻ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മദ്രസയ്ക്ക് സ്ഥലം തന്ന, നമ്മുടെ മസ്ജിദിന് സ്ഥലം തന്നവരും, അതിനെല്ലാം അവർക്ക് ആ വ്യക്തിത്വങ്ങൾക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും റബ്ബ് അവർക്ക് പ്രദാനം ചെയ്യട്ടെ. ഞാൻ ഈ പള്ളിയുടെയും മദ്രസയുടെയും ട്രഷററാണ്. എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. മറ്റുള്ള എല്ലാ കമ്മിറ്റിക്കാരും എല്ലാ സഹപ്രവർത്തകരും പിന്തുണയുണ്ട്. നീലിയാട് മഹലിലെ കുറ്റിപ്പാല എന്ന കൊച്ചു പ്രദേശത്ത് മദ്രസയ്ക്ക് കീഴിലായി ഒരു പള്ളി ആവശ്യമാണെന്ന് തിരിച്ചറിയുകയും അതുവഴി ദീനീ ചൈതന്യം നിലനിർത്താൻ സാധിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കിയാണ് ഒരു പള്ളിക്ക് വേണ്ടി ചർച്ചകൾ ആരംഭിച്ചത്. CP കുഞ്ഞിപ്പ ഹാജി എന്ന മഹൽ വ്യക്തി തങ്ങളുടെ സ്ഥലത്ത് നിന്ന് ദാനമായി നൽകുകയും ആ സ്ഥലത്ത് റാസൽ ഖൈമയിലെ ജാസിം സാലിഹ് എന്ന UAE പൗരനിൽ നിന്ന് മർഹൂം ഹംസ ഉസ്താദിന്റെ നിരന്തരമായ പ്രയത്ന ഫലമായി മാങ്ങാട്ടൂർ മൗലവിയുടെ സഹായത്തോടെ പള്ളി നിർമ്മാണത്തിനാവശ്യമായ പണം ലഭിക്കുകയും വിശാലമായ പള്ളി നാടിന് സമർപ്പിക്കുവാനും സാധിച്ചു. അൽഹംദുലില്ലാ. സമാനമായി നമ്മുടെ വില്ലേജ് നമസ്കാര പള്ളിയും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ സാന്നിധ്യത്തിൽ ദിക്റിന്റെയും സ്വലാത്തിന്റെയും ദുആ മജ്ലിസുകൾക്കും മറ്റു ദീനീ പ്രവർത്തനങ്ങൾക്കും കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ നമസ്കാര പള്ളി പുതിയ തലമുറയെ നേരായ വഴി നടത്തുന്നതിൽ കൃത്യമായ പങ്ക് വഹിച്ചു പോരുകയാണ്. ഈ രണ്ട് മഹലിൽപ്പെട്ട കുറ്റിപ്പാല എന്ന സ്ഥലത്ത് ഒരു പള്ളിയുടെ അത്യാവശ്യമുള്ളതിനാൽ നമ്മൾ CP ഹാജിയെ സമീപിച്ചു. അദ്ദേഹം അതിൽ നിന്നും നമുക്ക് നല്ല ഒരു ഉപകാരമായിട്ട് സ്ഥലം അതിനുവേണ്ടി തന്നു. അത് നമ്മുടെ അംസംസ്കാരുടെ ഒരു അറബി പ്രകാരം നമ്മൾക്കത് ഒരു പള്ളി കെട്ടിത്തരാൻ പ്രയത്നിക്കുകയും വളരെ ഉഷാറായിട്ടൊരു പള്ളി കെട്ടിത്തരുകയും ചെയ്തു. മുനവറുൽ ഇസ്ലാം മദ്രസയുടെ ആത്ഭവം ഒരു ത്യാഗത്തിൻ്റെ പഴയ നമ്മുടെ കാരണന്മാർ വളരെയധികം ത്യാഗം ചെയ്ത് പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് മുനവറുൽ ഇസ്ലാം മദ്രസ. ഇവിടെ തുടക്കം പങ്കവളപ്പിൽ മൊയ്തീൻ ഹാജിയുടെ വീട്ടിൽ ഒരു കട്ടിലും അവരെ തെണ്ടുമായിരുന്നു. 12 കുട്ടികളായിരുന്നു അവിടുത്തെ ആദ്യം പഠിച്ചിരുന്നത്. നമ്മൾ ഈ മദ്രസ എന്ന സ്ഥാപനം നമുക്ക് കുറച്ച് സ്ഥലം തന്ന് അതിൻ്റെ കുട്ടികളെ പഠിപ്പിക്കൽ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആമിനു എന്ന് പേരായ അന്ന് കുട്ടിക്കാട് അമ്മായി ആ സ്ഥലം 4 സെൻറ്റ് തന്ന് പിന്നെ 1 സെൻറ്റ് കൊണ്ട് തന്നിട്ട് അങ്ങനെ 5 സെൻറ്റാക്കി. അത് പിന്നെ കൈകാര്യം ചെയ്യുന്ന കുട്ടിക്കും കുഞ്ഞാപ്പുക്കും ഞാനുമാണ്. MK കുഞ്ഞിപ്പ ഹാജി പ്രസിഡൻറ്റും അതിൻ്റെ ശേഷം സെക്രട്ടറി ആയിട്ട് ഞാനും പ്രവർത്തിച്ച് നല്ല പുരോഗമനമായിട്ട് പുരോഗമിച്ചു വന്നിരുന്നു. എൻ്റെ 4-5 ഉസ്താദന്മാരെ വെച്ചിട്ട് പിന്നീട് അത് നല്ല നിലക്ക് ആയി പോകുന്നുണ്ട്. ഈ സംഘശക്തിയുടെ പ്രയാണത്തിൽ ഒരു പൊൻതൂവലായി ഈ ഇരുനില കെട്ടിടം നിലനിൽക്കുന്നു. ഇച്ഛാശക്തിയുടെ ആൾരൂപങ്ങളായ 7 മഹൽ വ്യക്തികൾ ദാനം ചെയ്തതാണ് ഈ ഭൂമി. ഇവിടെ പള്ളി പണിയാൻ ഭൂമി മതിയാകാതെ വന്നപ്പോൾ നിലവിൽ പള്ളിയുടെ നടത്തിപ്പിന് വേണ്ടി PV സുലൈമാൻ ഹാജി തന്റെ ഉപ്പയുടെ സ്മരണാർത്ഥം സുന്ദരമായ ഇരുനില കെട്ടിടം നിർമ്മിച്ച് നാടിനെ സമർപ്പിച്ചു. അല്ലാഹു അദ്ദേഹത്തിൽ നിന്നും ജാരിയായ സ്വതക്കയായി കബൂൽ ചെയ്യട്ടെ. ആമീൻ. ഏകദേശം 1990 കാലഘട്ടങ്ങളിൽ ഈ കുറ്റിപ്പാല ഭാഗത്ത് നിസ്കരിക്കാനൊരു പള്ളി ഉണ്ടായിരുന്നില്ല. ജുമാഅത്ത് പള്ളി നീലിയാട്ടിലായിരുന്നു. അപ്പോൾ ഈ ഭാഗത്തുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ വഖത്തിന് നിസ്കരിക്കും. അതിൻ്റെ പേരിൽ ഞങ്ങളൊരു നാട്ടുകാരൊരു 7 ആൾ കൂടി ഇവിടെ ഒരു സ്ഥലം കിട്ടാൻ വളരെ പരിശ്രമിക്കുകയും അതിൻ്റെ ഫലമായി മനവക്കായുള്ള അബ്ദുള്ളക്ക സ്ഥലം പള്ളിക്ക് വേണ്ടി നിസ്സാര പ്രതിഫലം വാങ്ങി തരികയും ചെയ്തു. സ്ഥലം പിന്നീട് മനസ്സിലാക്കുന്നത് അവിടെ വെള്ളം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടും പള്ളിക്ക് ആ സ്ഥലം പോരാ എന്ന് തോന്നുകയും അത് അങ്ങനെ കുറേ കാലം അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുകയും ചെയ്തു. യാതൊരു കുഴപ്പമില്ലാണ്ട് പള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാടക കിട്ടാത്ത രീതിയിൽ ഇപ്പോൾ ഒരു വാടക കെട്ടറായി മാറുകയും ഏതായാലും നല്ലൊരു ഹയറായി
പള്ളിക്കൊരു വരുമാനമായി മാറുകയും ചെയ്തു. കഴിഞ്ഞ UAE കമ്മിറ്റിയുടെ പ്രസിഡന്റ് EV അഷ്റഫും സെക്രട്ടറി VK നിസാറും ട്രഷററായിട്ടുള്ള P മുസ്തഫ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ എല്ലാവരും നിർദ്ദേശപ്രകാരമാണ് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പ്രവാസി കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ വിധവ പെൻഷൻ, മെഡിക്കൽ എക്യുപ്മെൻറ്റ്, അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം വർഷങ്ങളായിട്ട് നമുക്ക് നടത്തി വരാനാണ്. ഈ വിഷയങ്ങളൊക്കെ നമുക്ക് ഈ വിധവ പെൻഷനൊക്കെ എല്ലാ വർഷവും നമ്മൾ കൊടുത്തു പോരുന്നുണ്ട്. ബഹ്റൈന്, ഖത്തർ, ഒമാന്, ലണ്ടൻ, സൗദി, കുവൈത്ത് ഇത്രയും രാഷ്ട്രങ്ങളിലുള്ള മറ്റുള്ള പ്രവർത്തകർ നമുക്ക് സജീവമായിട്ടുള്ള പിന്തുണ നൽകുന്നുണ്ട്. മുനവറുൽ ഇസ്ലാം മദ്രസയെ കുറിച്ച് നിങ്ങളുടെ ഓർമ്മകൾ പങ്കുവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? പഴയ കാലത്ത് മദ്രസ പഠിക്കുമ്പോൾ പല അനുഭവങ്ങളും ഓർമ്മയിൽ വരുന്നുണ്ട്. അതിലൊന്നാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ സുലൈമാൻക കൊടക്കാട്ട് നമുക്ക് ചക്ക കൊട്ടയിലാക്കിയിട്ട് ചുള പറിച്ച് കൊണ്ടുവരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നത്തെ ആളുകൾക്ക് അതൊന്നും ഓർമ്മയിലുണ്ടാവില്ല. അതൊക്കെ പഴയ കാലങ്ങളിൽ പഴയ കാരണന്മാർ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് അന്ന് തോന്നിയിട്ടുള്ളത്. കുറ്റിപ്പാലിനെ സംബന്ധിച്ചിടത്തോളം മതമൈത്രി എന്തൊരു വിഷയമുണ്ടായാലും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് പല കാലഘട്ടങ്ങളിൽ പല പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾ എല്ലാവരും എല്ലാ മതസ്ഥരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ച് എല്ലാം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കൊണ്ടുപോയിരുന്ന ഈ കുറ്റിപ്പാലിയുടെ ഈ മതമൈത്രി എന്നും മരണം വരെ ഞങ്ങളുടെ എല്ലാവരുടെയും കാലശേഷവും ഇത് സന്തോഷവും സമാധാനത്തോടെയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 40 കൊല്ലത്തോളമായി, 40 കൊല്ലത്തിന് മേലെയായി. ഇവിടെ മദ്രസ അതിൻ്റെ മുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ശേഷം അംസ ഉസ്താദ് വന്നതിൻ്റെ ശേഷം ഈ നാടിനും ഒന്നാമത് മദ്രസയുടെ കാര്യത്തിന് കുട്ടികളായിട്ട് നല്ലൊരു സ്നേഹിതൻ്റെ നിലയ്ക്കും അധ്യാപകൻ്റെ നിലയ്ക്കും കൂട്ടുകാരൻ്റെ നിലയ്ക്കും നല്ലൊരു വ്യക്തിയായിരുന്നു. ചരിത്രത്തിന്റെ തങ്കത്താളുകളിലേക്ക് പുതിയ ഒരു അധ്യായം കൂടി ചേർക്കപ്പെടുന്ന അനർഘ നിമിഷങ്ങൾക്ക് നമ്മളിവിടെ സാക്ഷികളാവുകയാണ്. ബഹുമാനപ്പെട്ട തുറക്കൽ മൊയ്തീൻ കുട്ടി ഹാജി എന്ന മഹാവ്യക്തി തങ്ങളുടെ അധീനതയിലുള്ള ഭൂമി ദാനമായി നൽകുകയും MIM കമ്മിറ്റി ഭാരവാഹികളുടെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ഒരു നാടും നാട്ടുകാരും ഒട്ടേറെ സുമനസ്സുകളും ഒന്നിക്കുകയും ചെയ്തപ്പോൾ മുനവ്വറുൽ ഇസ്ലാം അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അൽഹംദുലില്ലാ. മനസ്സും ശരീരവും സമ്പത്തും ചെലവഴിച്ച് ഈ സംരംഭത്തെ ഏറ്റെടുത്തവരെ നിങ്ങൾക്ക് പകരം ഞങ്ങളുടെ പക്കൽ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ മാത്രമാണുള്ളത്. അല്ലാഹു നിങ്ങളിൽ നിന്ന് ജാരിയായ സ്വതക്കയായി കബൂൽ ചെയ്യട്ടെ. ആമീൻ. നമ്മളെ പുതിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിനായി കൺവീനറായി എന്നെയും പിന്നെ ചെയർമാനായി മുസ്തഫ മരയങ്ങാട്ടിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അൽഹംദുലില്ലാ. ഇതുവരെയുള്ള പ്രവർത്തനം നല്ല രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. സർവ്വതും സമർപ്പിച്ചു ഈ വൈജ്ഞാനിക ഗോപുരത്തെ നമുക്ക് സമർപ്പിച്ച നമ്മുടെ മുന്നേ വഴി നടന്ന പൂർവ്വസൂരികളെ ഓർക്കുകയാണ്. അണമുറിയാത്ത പ്രതിഫലം അവരുടെ ഖബറിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വാർദ്ധക്യത്തിലും തളരാതെ ഊർജസ്വരതയോടെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു കൂട്ടം കാരണവന്മാരുടെ നിരയാണ് ഈ സംരംഭങ്ങളുടെ കരുത്ത്. അല്ലാഹു അവരുടെ കരങ്ങൾക്ക് ശക്തി പകരട്ടെ. ഈ നേതൃനിരയിലായി ഒരുപാട് കാലം മുന്നോട്ടു പോവാൻ അവർക്ക് ആയുരാരോഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പ്രാർത്ഥനയോടെ മുനവ്വറുൽ ഇസ്ലാം നാൾ വഴികൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു.